ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹ്യൂജ് മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 20ഓളം പ്രൊഡക്ട്സ് ഇതിൽ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യാനുള്ളതും നമ്മുടെ കണ്ടെയ്നേഴ്സ്, സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, പിന്നെ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ പ്രൊഡക്റ്റ് ഒരു ചെറിയ പൂരി പ്രസ്സറാണ്. 431 രൂപയാണ് ഇതിൻ്റെ വില. ഞാനത് ഓഫറിൽ 376 വാങ്ങിയിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വിലയ്ക്ക്. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ഒരു ടീപ്പോട്ടാണ് കേട്ടോ. ഉള്ളിൽ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രെയിനറൊക്കെ ആയിട്ട് വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടീപ്പോട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 1 ലിറ്റർ കപ്പാസിറ്റിയുടെ ആണ് കേട്ടോ ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 560 രൂപയാണ്. ഇതെനിക്ക് ഓഫറിൽ 494 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ടീപ്പോട്ടാണ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ. ചെറിയൊരു ഓയിലിൻ്റെ ബോട്ടിൽ താഴെ വരുന്നുണ്ട്. അത് ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ബ്രഷ് വരുന്നുണ്ട്. നമുക്കൊരു ലിഡോട് കൂടിയിട്ട് ബ്രഷ് അടച്ചു വെക്കാൻ പറ്റുന്ന പോലെയുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത്. ഈ ബ്രഷിന് പകരം സ്പൂൺ ആയിട്ടുള്ള ഇങ്ങനത്തെ തന്നെ ബോട്ടിൽ വേറെ നമുക്കിതിൽ കാണുന്നുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും സ്പൈസസോ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പൂണോട് കൂടിയിട്ടുള്ളതുണ്ട്. ഞാനിപ്പോൾ ബ്രഷ് മാത്രമുള്ള ഒരു സാധനമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 169 രൂപയാണ്. ഇപ്പോൾ ഇതിൻ്റെ വില ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 176 രൂപയാണ് കാണിക്കുന്നത്. ഞാനിത് ഓഫറിൽ വാങ്ങിയപ്പോൾ എനിക്ക് 169 കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ സീലിംഗ് മെഷീനാണ്. ഇത് നമുക്ക് എന്തെങ്കിലും പാക്കറ്റ്സ് ഒക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാക്കറ്റ് അങ്ങനെ നമ്മൾ ചിലപ്പോൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടി വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കിത് നമ്മുടെ പഴയ പാക്കിങ്ങിൻ്റെ സ്റ്റൈലിൽ തന്നെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ സീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 249 രൂപയാണ് വരുന്നത്. ഇതിൻ്റെയും വില ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 258 രൂപയാണ് കേട്ടോ കാണിക്കുന്നത്. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സിലിക്കോണിൻ്റെ ഗ്ലൗസ് ആണ്. ആ സിലിക്കോണിൻ്റെ ഗ്ലൗസിൻ്റെ കൂടെ നമുക്ക് ആണിക്ക് പകരം നമ്മൾ ചുമരിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊളുത്തിയിടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റിക്കർ കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 152 രൂപയാണ് വരുന്നത്. ഞാനിത് ഓഫറിലാണ് വാങ്ങിയിട്ടുള്ളത്. എനിക്കിത് 137 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഓഫറിൽ എടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വില ഡിക്രീസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അങ്ങനെ പ്രീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ വലിയൊരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഓഫറിൽ പ്രൊഡക്ട്സ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മീഷോ എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ ഓരോ പ്രൊഡക്ട്സിലും പ്രൈസിൻ്റെ ചേഞ്ച് വരുത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ അത് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്ന അതേ പ്രൊഡക്റ്റ് വേറൊരു മൊബൈലിൽ നമ്മൾ സെർച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു വേരിയേഷൻ പ്രൈസിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഐസ് റോളറാണ്. ഇത് 3 എണ്ണത്തിൻ്റെ പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 110 രൂപയാണ് ഇതിൽ വില കാണിക്കുന്നത്. 101 രൂപയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് വെള്ളമൊഴിച്ച് ഫ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഫേസിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആണ്. ആക്നെ പ്രോൺ സ്കിന്ന്, അതുപോലെ പിമ്പിൾസ് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് 3 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 101 രൂപയ്ക്കാണ് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഐസൊക്കെ എടുത്തിട്ട് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സിബ്ലോ കവറാണ്. ഫ്രിഡ്ജിൽ മാത്രമല്ല നമുക്ക് പുറത്തും ഇതിൽ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. 20 എണ്ണത്തിൻ്റെ പാക്കേജാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 145 രൂപയായിരുന്നു പ്രൈസ്. ഞാനത് മേടിക്കുമ്പോഴേക്കും 146 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. 20 എണ്ണം വരുന്നുണ്ട്. സിബ്ലോ കവറാണ്. നമുക്ക് എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൽ കേടുകൂടാണ്ട് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിബ്ലോ കവറാണ് കേട്ടോ ഇത്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വിരിച്ചിടാൻ പറ്റുന്ന ഒരു ഷീറ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ വിരിക്കാൻ പറ്റുന്ന ഒരു ഷീറ്റാണ്. 4 സീറ്ററിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 131 രൂപയാണ്. എനിക്കിത് ഓഫറിൽ 120 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. വലിയ കുഴപ്പമില്ല. എന്നാൽ അത്ര കട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കട്ടിയില്ല. എന്നാലും നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ടേബിളിൻ്റെ മുകളിൽ പോറലും കാര്യങ്ങളൊന്നും വീഴാത്ത രീതിയിൽ ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത്ര ക്വാളിറ്റി 4 പുറം വശങ്ങൾക്കൊക്കെ ക്വാളിറ്റി ഉണ്ടെങ്കിലും ആ പേപ്പർ അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 8 സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സസ് ആണ്. 8 എണ്ണം വരുന്ന സെറ്റാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നല്ല വൃത്തിയിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ ഇത്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ നല്ല വൃത്തിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള 8 ബോക്സസ് ആണ്. ഇത് 8 എണ്ണത്തിന് 381 രൂപയാണ് വില വരുന്നത്. പിന്നെ നമുക്കിത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്താണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കാനാണെങ്കിലും മീൻ അങ്ങനെ എന്ത് കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കാനാണെന്നുണ്ടെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ അടിയിൽ ചെറിയൊരു സ്ട്രെയിനർ പോലെ ഒരു പീസ് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വെള്ളമൊക്കെ അതിൻ്റെ അടിഭാഗത്തേക്ക് പോയിട്ട് മേലെ പച്ചക്കറിയോ എന്താണെങ്കിലും മീറ്റ് ആണെങ്കിലും ഒക്കെ ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. ഇതെനിക്ക് ഓഫറിൽ 327 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജ് സ്റ്റോറേജ് കണ്ടെയ്നറാണ് കേട്ടോ ഇത്. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 500 ml 2 ഗ്ലാസിൻ്റെ ഓയിൽ ഡിസ്പെൻസർ, പിന്നെ 2 സ്പൈസ് ജാർസ്, പിന്നെ ഒരു ബ്രഷ്, സ്പാച്ചുല, പിന്നെ നമുക്ക് അതിൽ ഓയിൽ ഒഴിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫണൽ, അങ്ങനെ ഇത്രയും സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 235 രൂപയാണ്. ഞാനിത് ഓഫറിൽ 203 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഇതൊരു കോംബോ ഓഫറായിട്ടാണ് വരുന്നത് കേട്ടോ. നമുക്ക് സ്പൈസ് ജാർസിൽ വേണമെന്നുണ്ടെങ്കിൽ സോൾട്ട്, പെപ്പർ പൗഡർ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കാൻ പറ്റും. പിന്നെ ഓയിലിൻ്റെ ക്യാപ്പ് ആണെന്നുണ്ടെങ്കിലും ഓയിൽ ക്യാൻ്റെ ക്യാപ്പ് വളരെ ടൈറ്റ് ആയിട്ടുള്ളതും യൂസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളതുമാണ്. പിന്നെ ഫണൽ നമുക്ക് തരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഒട്ടും വേസ്റ്റ് ചെയ്യാതെ തന്നെ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു വെക്കാനും പറ്റും. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. ഇത് നമുക്ക് ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഓയിൽ ക്യാനും ഈ സ്പൈസ് ജാസും നമ്മുടെ ഇതിന് മുമ്പേ കാണിച്ച ഒരു ഓയിൽ ഡിസ്പെൻസറും സ്പാച്ചുലാസൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പീസാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റാണിത്. ഇത് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, അടിയിലൊരു വീലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. കൗണ്ടർ ടോപ്പ് ഓർഗനൈസ് ചെയ്യാനൊക്കെ പറ്റിയൊരു പീസാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 143 രൂപയാണ്. ഞാനിത് ഓഫറിൽ 123 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വെജിറ്റബിൾ വാഷിംഗ് ബാസ്ക്കറ്റാണ്. ഇത് നമുക്ക് ചെരിച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞെടുക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഞാനിത് ഓർഡർ ചെയ്തത് ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് വേറൊരു കളറിലാണ്. എങ്കിലും ഇത് അടിപൊളിയായിട്ടുള്ള ഒരു കളറായ കാരണം ഞാനിത് റിട്ടേൺ ചെയ്തിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 153 രൂപയാണ്. ഞാനിത് 135 രൂപയായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്, ഫിഷ് എന്താണെങ്കിലും നമുക്ക് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു കോംബോ പ്രൊഡക്റ്റാണ്. പ്ലാസ്റ്റിക്കിൻ്റെ മസാല ബോക്സ് അല്ലെങ്കിൽ സ്പൈസ് ബോക്സ് ആണ്. ഇത് 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. സ്മെല്ലോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കേട്ടോ. ഇത് 197 രൂപയ്ക്ക് ബൈ 1 ഗെറ്റ് 1 ഓഫറിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പൈസസ് ആണെങ്കിലും മസാലാസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ച് ഓരോ ഡബ്ബയിൽ നിന്ന് എടുത്ത് ഇടേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്കിത് ഈ ഇങ്ങനെയുള്ള ഒരു സ്പൈസ് ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഇതിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ കുക്കിംഗ് എളുപ്പമാക്കാൻ പറ്റും. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത്. ഒന്നിൽ നമുക്ക് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. പിന്നെ അതിൽ വേറെ ഒന്നിൽ നമുക്ക് സ്പൈസസ് ഹോൾ സ്പൈസസ് ആയിട്ട് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ ഓഫറിൽ 134 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലോർ, ടൈൽസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ബ്രഷാണ്. ഈ ബ്രഷ് വളരെ വൈറലായിട്ടുള്ള ഒരു ബ്രഷായിരുന്നു. എല്ലാത്തിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രഷാണ്. ഇതിൻ്റെ ഒരു സൈഡ് വന്നിട്ട് ബ്രഷും ഒരു സൈഡ് റബ്ബർ ബുഷുമാണ് വരുന്നത്. നമുക്ക് ബ്രഷ് വെച്ചിട്ട് ബാത്റൂമിൻ്റെ ടൈലൊക്കെ ഉരച്ച് കഴുകി ആ റബ്ബർ ബുഷ് വെച്ചിട്ട് നമുക്ക് അതൊക്കെ വൈപ്പ് ചെയ്ത് കളയാനും പറ്റും. പിന്നെ ലോങ് ഹാൻഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുനിഞ്ഞിരുന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ എല്ലാ സൈഡിലേക്കും ചെരിഞ്ഞ് പോയി തനിയെ ക്ലീൻ ചെയ്യും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തനിയെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വാളിൻ്റെ മുക്ക് വശങ്ങളൊക്കെ വരുമ്പോൾ ഇത് തനിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോർണറിലേക്ക് ചെരിഞ്ഞ് പോയിട്ട് ക്ലീൻ ചെയ്ത് തരുന്ന ഒരു ബ്രഷാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 160 രൂപയാണ്. പക്ഷേ ഞാനത് വാങ്ങുമ്പോഴേക്കും പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 171 രൂപയ്ക്കാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 4 സ്റ്റാൻഡാണ്. ഇത് നമുക്ക് ഡിഷ് റാക്കായിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 413 രൂപയാണ്. ഞാനിത് ഓഫറിൽ 361 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ കോർണറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റാൻഡാണ്. 2 തട്ടാണ് വരുന്നത്. അടിയിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളതുകൊണ്ട് 3 തട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ഭംഗിയിൽ എടുത്ത് വെക്കാൻ അല്ലെങ്കിൽ ഒരു ഷോ പീസൊക്കെ വെച്ച് അലങ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൗണ്ടർ ടോപ്പിൻ്റെ കോർണർ സ്റ്റാൻഡാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 231 രൂപയാണ്. ഞാനിത് ഓഫറിൽ 222 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. അടുത്ത പ്രൊഡക്റ്റ് ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇത് നമ്മുടെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സാണ്. 24 എണ്ണത്തിൻ്റെ സെറ്റാണ് വിത്ത് സ്പൂൺ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിന് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട് ഓർഡർ ചെയ്തൊരു സാധനമായിരുന്നു. ഇതിൻ്റെ ഭംഗി, ഇത് ഇങ്ങനെ ഇട്ട് വെക്കുന്നതിലുള്ള ചന്തമൊക്കെ കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേ വന്നപ്പോൾ അത്ര റിവ്യൂസും കാര്യങ്ങളും കണ്ട അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതിൻ്റെ ലിഡൊക്കെ എയർ ടൈറ്റ് ആണെന്ന് പറയാമെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഷുഗറൊക്കെ ഇട്ട് വെക്കുമ്പോൾ അതിൽ ഉറുമ്പൊക്കെ വന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അത്ര ടൈറ്റായിട്ട് ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ ഭംഗി ഇട്ട് വെക്കുന്നതിലുള്ള ആ ഒരു ലുക്ക്, അതിനൊക്കെ ഇത് അടിപൊളിയായിട്ട് തോന്നി. 790 രൂപയായിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഇത് ഞാൻ ഓഫറിൽ 740 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. 24 എണ്ണത്തിൻ്റെ സെറ്റാണ് വരുന്നത് വിത്ത് സ്പൂൺ. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 5 പീസ് വരുന്ന ഒരു കോമ്പാണ്. 3 ഫ്രിഡ്ജിൻ്റെ മാറ്റും പിന്നെ ഫ്രിഡ്ജിൻ്റെ ടോപ്പിൽ നമ്മളിടുന്ന അതിൻ്റെ കവറും ഫ്രിഡ്ജിൻ്റെ പിടിയിലിടുന്ന ഒരു പീസും കൂടി വരുന്ന 5 പീസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 131 രൂപയാണ്. ഫ്രിഡ്ജിൻ്റെ ടോപ്പിലിടുന്ന കവറും പിടിയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ മാറ്റ് അത്ര അങ്ങോട്ട് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ അത്ര യൂസ്ഫുൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ഉപയോഗിച്ച് തന്നെ നോക്കണം. കീറി പോവുക എന്തൊന്നും അറിയില്ല. അത്ര കട്ടിയൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 131 രൂപയാണ്. ഇത് ഞാൻ 114 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഈ പ്രൈസിന് വർത്താണെന്ന് തോന്നുന്നു. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു കോംബോ പ്രൊഡക്റ്റാണ്. ഇതിൽ 20 പ്ലാസ്റ്റിക് സ്പൂണും പിന്നെ 4 മൗൾഡ് ചെയ്യുന്ന ഷേപ്സുമാണ്. നമ്മുടെ സ്നാക്സ് ഒക്കെ മൗൾഡ് ചെയ്തെടുക്കുന്ന ഷേപ്സുമാണ് വരുന്നത്. സ്പൂണിൻ്റെ ക്വാളിറ്റി അടിപൊളിയായിരുന്നു. പ്ലാസ്റ്റിക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. പക്ഷേ മൗൾഡ് ചെയ്യുന്ന ഷേപ്സ് അത്ര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് അടയ്ക്കുമ്പോഴൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഈ പ്രൈസിന് അത് വർത്താണെന്ന് തോന്നി. നമുക്ക് സ്നാക്സ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മൗൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഷേപ്പാണ്. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കിച്ചൺ വാൾ സ്റ്റിക്കറാണ്. വളരെ ഭംഗിയുള്ള സ്പൂൺസ്, സ്പാച്ചുലാസ്, കപ്പ്, സിസർ പിന്നെ കിച്ചണിലുള്ള കോട്ട്സ് അങ്ങനെ അടങ്ങിയിട്ടുള്ള ഒരു വാൾ സ്റ്റിക്കറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 152 രൂപയാണ്. ഞാനിത് ഓഫറിൽ 132 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്.
അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസിന്റെ ബൗളായിരുന്നു. ഇത് ഞാൻ വാങ്ങിയിട്ട് റിട്ടേൺ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിന് 407 രൂപ വില വരുന്നുണ്ടായിരുന്നു. ഞാനിത് വാങ്ങിയപ്പോൾ അത്യാവശ്യം സൈസ് പ്രതീക്ഷിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷേ വന്നപ്പോൾ അത് വളരെ ചെറിയ സൈസിലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിത് 391 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വളരെ ചെറുതായതുകൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും കാണാം. ബൈ.